എറണാകുളത്ത് വന്നെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഈ വാട്ടർ മെട്രോയിലൊന്ന് കയറണം. വലിയ സംഭവമാണ്. ഒരുപാട് ടൂറിസ്റ്റ് വരെ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ. എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷൻ ഓപ്പോസിറ്റാണ് വാട്ടർ മെട്രോ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എറണാകുളം സന്ദർശിക്കാം, വാട്ടർ മെട്രോയുടെ സ്പെഷ്യാലിറ്റി, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 8:05 ചങ്ങനാശ്ശേരിയിൽ നിന്നായിരുന്നു എൻ്റെ യാത്ര. രാവിലത്തെ വേണാട് എക്സ്പ്രസ്സിൽ എറണാകുളം നോർത്തിൽ ഇറങ്ങി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 45 രൂപയാണ് എനിക്ക് ടിക്കറ്റ് ചാർജ് ആയത്. രാവിലെ 9:50 എറണാകുളം നോർത്തിലെത്തി. എറണാകുളം നോർത്തിൽ നിന്നും ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾ ധാരാളമുണ്ട്. വെറും 3 കിലോമീറ്ററിൽ താഴെയാണ് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കുള്ള യാത്ര. ടിക്കറ്റ് ചാർജ് 12 രൂപയിൽ താഴെയാണ്. ഡിസ്റ്റൻസ് സേവിങ്ങും ടൈം സേവിങ്ങും പ്രൈവറ്റ് ബസ് തന്നെയാണ്. മെട്രോ സ്റ്റേഷൻസ് അടുത്ത് ഇല്ലാത്തതിനാൽ ബസ്സിൽ തന്നെ വരുന്നതായിരിക്കും ഉചിതം. കൊച്ചി വാട്ടർ മെട്രോയുടെ ലോഗോയും കൺസ്ട്രക്ഷൻസും എല്ലാം വളരെ കൗതുകകരമായി തോന്നി. അതിനകത്ത് ഒരു എയർപോർട്ടിൻ്റെ ഫീലിംഗാണ് എനിക്ക് തോന്നിയത് പുറത്തുനിന്ന് നോക്കുമ്പോൾ. ഞാൻ വന്ന ദിവസം ഒരു നോർമൽ വർക്കിംഗ് ഡേ ആയിരുന്നു. എന്നിട്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഒരുപക്ഷെ മെട്രോ ബോട്ട്സ് കുറവായതിനാൽ തന്നെ ആയിരിക്കാം ഇത്രയും തിരക്കുകൾ. മെട്രോ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി തന്നെയാണ്. മറ്റ് ചീഫ് ഗസ്റ്റുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പിന്നെ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. 50 to 100 മെമ്പേഴ്സിനെ മാത്രമാണ് ആദ്യം ടിക്കറ്റ് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ബ്രേക്ക് വരുത്തുന്നു. അതിനുശേഷം നെക്സ്റ്റ് ബാച്ചിനെ കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് സംവിധാനം. നിലവിൽ ടിക്കറ്റുകൾ ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, സൗത്ത് ചിറ്റൂർ ഇങ്ങോട്ടാണ് യാത്ര. 30 മുതൽ 45 രൂപയ്ക്ക് താഴെ മാത്രമാകുന്നുള്ളൂ വാട്ടർ മെട്രോയുടെ യാത്രാ നിരക്കുകൾ. ഒരു മിനി എയർപോർട്ടിനെ സൂചിപ്പിക്കുന്ന സെറ്റിങ്സും അറേഞ്ച്മെൻറ്റും അതിൻ്റെ മോഡസ് ഓപ്പറാണ്ടികളും നമുക്ക് ഇവിടെ കാണാം. ഏകദേശം 96 കിലോമീറ്റർ നീളമുള്ള വേമ്പനാട് കായലിൽ കൂടെയുള്ള യാത്ര അതിമനോഹരവും സാഹസികവുമാണ് എന്ന് പറയാതെ വയ്യ. പെരിയാർ, പമ്പ, അച്ചൻകോവിൽ, മണിമല ആറ് ഇവ 4 സംഗമിക്കുന്ന ഒരു വാട്ടർ ലേക്ക് തന്നെയാണ് വേമ്പനാട് ലേക്ക്. ടിക്കറ്റ് കിട്ടിയതിന് ശേഷം 10 to 15 മിനിറ്റ്സ് പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ മെട്രോ ബോട്ട്സിൻ്റെ അവൈലബിലിറ്റി കുറവായതിനാൽ തന്നെ ആവാം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന സഞ്ചാരികളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് കിട്ടുന്ന കാർഡ്, വാട്ടർ മെട്രോ ടിക്കറ്റ് കാർഡ്. ഞാൻ 40 രൂപ മുടക്കിൽ ഫോർട്ട് കൊച്ചിയിലേക്കാണ് യാത്ര. 50 to 100 വരുന്ന ഒരു ബാച്ച് ഫിൽഡായി വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പുറത്ത് ടിക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഒരു ബ്രേക്ക് വരുത്തുന്നു, പിന്നെ അടുത്ത ബാച്ചിനെ. അങ്ങനെയാണ് ഇതിൻ്റെ മോഡസ് ഓപ്പറാണ്ടികൾ. അങ്ങനെ ടിക്കറ്റ് കിട്ടി 50 to 100 വരുന്ന ബാച്ചുമായിട്ട് ഞങ്ങൾ പയ്യെ ഈ ക്രൂയിസിലേക്ക് കയറുകയാണ്. ബോട്ടുകൾക്കെല്ലാം ചെറിയൊരു മിനി മെട്രോയുടെ ഷേപ്പാണ്. ഫുൾ ഗ്ലാസ് കവേർഡ് വിത്ത് AC. വേമ്പനാട് കായലിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരവും നല്ലൊരു ഓർമ്മയുമാക്കി തീർക്കാൻ പലരും ഫാമിലിയായും ഫ്രണ്ട്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിൻഡോ സീറ്റ് കിട്ടുക എന്നത് ഒരു സാഹസികമായ ടാസ്ക് തന്നെയാണ്. വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓൾറെഡി അക്കോമഡേറ്റ് ചെയ്തു. എന്നിരുന്നാലും എനിക്ക് സീറ്റ് കിട്ടി എന്നത് വലിയൊരു ഭാഗ്യം തന്നെ. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ക്രൂയിസ് ബോട്ട് മാക്സിമം അക്കോമഡേറ്റ് ചെയ്തിട്ട് ട്രാവൽ സ്റ്റാർട്ടായി. കൊച്ചി കായലിലൂടെയുള്ള ഈ യാത്ര ഒരു അനുഭവം തന്നെയാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ടിക്കറ്റ് എടുത്ത് വാട്ടർ മെട്രോ ക്രൂയിസിൽ കയറാനായി തന്നെ. ഈ വാട്ടർ മെട്രോയുടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് പ്രൈവറ്റ് വാട്ടർ ക്രൂയിസ് ബോട്ടുകളും ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പ്രൈവസിയിൽ നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ചാർജ് 100 to 200 റേറ്റാണ് ചാർജ് പെർ ടിക്കറ്റ്. ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ സ്പീഡ് ബോട്ട് മുതൽ വലിയ കപ്പലുകൾ വരെ നമുക്ക് ഈ വേമ്പനാട് കായലിൽ കാണാൻ പറ്റും. എൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര മാക്സിമം 15 മിനിറ്റാണ്. ഒരുപക്ഷെ ഇതൊക്കെ ആവാം സൈഡ് സീറ്റ് കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ. വല്ലഭന് പുല്ലും ആയുധം, അതാണല്ലോ ശരി. ഒരുപക്ഷെ സൈഡ് സീറ്റ് കിട്ടിയാൽ തന്നെ എനിക്ക് ക്യാമറ പിടിക്കുവാനോ അല്ലെങ്കിൽ ക്യാമറ ആംഗിൾ ലോങ് ഫോക്കസ് എടുക്കുവാനോ സാധിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിനെ സ്വയം ആശ്വസിപ്പിച്ചു. ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ്, അല്ലെങ്കിൽ സൈഡ് സീറ്റ് കിട്ടാതിരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഈ യാത്രയ്ക്ക് നല്ലതെന്ന് എനിക്ക് തോന്നി. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നതിനായി ബോട്ട്
എബോട്ട് ടേൺ എടുക്കുകയായിരുന്നു ഇത്രയും സമയം. ഈ കാണുന്ന ജെട്ടിയിൽ നിന്നായിരുന്നു എൻ്റെ യാത്ര ആരംഭിച്ചത്. വേമ്പനാട് കായലിൻ്റെ ഓളത്തിലൂടെ ഏകദേശം നമ്മൾ യാത്ര മധ്യത്തിലേക്ക് അടുക്കുമ്പോൾ വമ്പൻ കൂട്ടൻ റിസോർട്ടുകളും ഫാക്ടറീസും ഇൻഡസ്ട്രീസും എല്ലാം തലയുയർത്തി നിൽക്കുന്നത് കൊച്ചിയുടെ അഭിമാനം തന്നെയാണ്. കൊച്ചിയുടെ മനോഹാരിത ഏകദേശം ഒപ്പിയെടുക്കാൻ എൻ്റെ ഈ യാത്രയ്ക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാണുന്ന ചെറിയ ദ്വീപുകൾ എല്ലാം മറ്റൊരു പ്രത്യേകതയാണ് ഈ യാത്രയുടെ. ഈ കാണുന്നത് ബോൾഗാട്ടി പാലസാണ്. ഇതൊരു ഐലൻഡ് തന്നെയാണ്. ഇതുപോലെ ഏകദേശം 40-45 ഐലൻഡുകൾ ഈ വേമ്പനാട് കായലിൽ തന്നെയുണ്ട്. അടുത്ത യാത്ര തീർച്ചയായും കൊച്ചിയിൽ വരുമ്പോൾ ബോൾഗാട്ടി പാലസ് സന്ദർശിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഫൈനാൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വൺ ആൻഡ് ഒൺലി സിറ്റി ഇൻ കേരള, അതാണ് നമ്മുടെ കൊച്ചി. മെസ്മറൈസിങ് നാച്ചുറൽ ബ്യൂട്ടിയും ബ്ലെൻഡ് ഓഫ് നാച്ചുറൽ റിസോഴ്സസുമാണ് ഈ കൊച്ചിയുടെ മനോഹാരിത കൂട്ടുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ട് തന്നെ ആവാം ക്വീൻ ഓഫ് അറേബ്യൻ സീ എന്നറിയപ്പെടുന്നത്. യെസ്, കൊച്ചി ഈസ് എ പാരഡൈസ് ഓഫ് നേച്ചർ. അതെ, പ്രകൃതി സ്നേഹികൾക്ക് കൊച്ചി എന്നും ഒരു സ്വർഗം തന്നെയാണ്. സ്വർഗരാജ്യം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഏറ്റവും വിസ്തീർണമായ ഒരു ലേക്കാണ് വേമ്പനാട് ലേക്ക്. ഈ വേമ്പനാട് ലേക്കിലെ മറ്റൊരു ഐലൻഡാണ് പാതിരാമണൽ. അതും ഏകദേശം നല്ല വിസ്തീർണമായ ഒരു ഐലൻഡാണ്. ഇതുപോലൊരു ചെറിയ ഭൂപ്രദേശമാണ് വേമ്പനാട് കായലിനെ അറേബ്യൻ കടലിൽ നിന്നും അകറ്റിയിരിക്കുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ടേഷനിൽ കൂടെ തന്നെ കൊച്ചിക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. വാട്ടർ മെട്രോ നല്ലൊരു അനുഭവം തന്നെയാണ്. AC-യിൽ ഇരുന്നുള്ള ഈ യാത്ര തികച്ചും നല്ലൊരു കംഫർട്ടാണ് വിനോദസഞ്ചാരികൾക്ക് നൽകുന്നത്. എറണാകുളത്തിൻ്റെ തിരക്കേറിയ നഗരത്തിലേക്ക് പായുന്ന വാഹനങ്ങൾ, ഓളപ്പരപ്പിലൂടെ നീന്തി ഉല്ലസിച്ചാർത്തു പോകുന്ന ചെറിയ പ്രൈവറ്റ് ബോട്ടുകൾ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തുന്ന ഷിപ്പുകൾ, വിനോദസഞ്ചാരികൾ, ഇവയെല്ലാം കൊച്ചിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു ലോകത്തിലുള്ള എല്ലാ സീ റൂട്ടും ഏറ്റവും അവസാനം എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു പോർട്ടാണ് കൊച്ചി പോർട്ട്. അങ്ങ് ദൂരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ കാണാം. MSC എന്നാണ് ആ കപ്പലിൻ്റെ പേര്. ചരക്ക് കപ്പലാണ്. ഒരു രാജ്യത്തിന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് കൂട്ടുകയും ഇമ്പോർട്ട് കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ്. നമ്മുടെ രാജ്യത്തിലെ, നമ്മുടെ കേരളത്തിലെ എക്സ്പോർട്ട് കമ്മോഡിറ്റീസ് കൂടുമ്പോഴാണ് നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സ്റ്റാറ്റസും ഉണ്ടാകുന്നത്. കയറ്റുമതി കൂടുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടാകുന്നത്. ഇറക്കുമതി കുറയ്ക്കുക. അങ്ങനെ കയറ്റുമതിയിൽ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സീപോർട്ടിൽ കാണുന്ന ഈ ഷിപ്മെൻറ്റ്സ് എല്ലാം. കേരള ഈസ് എ ലാൻഡ് ഓഫ് റിച്ച് സ്പൈസസ്. അതെ, അന്നും ഇന്നും നമ്മുടെ സ്പൈസസ് തന്നെയാണ് മുൻപന്തിയിൽ. ഇന്നും നമ്മുടെ സ്പൈസസ് തന്നെയാണ് ഫോറിനേഴ്സിനും ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ആൾക്കാർക്കും പ്രിയം. ഇന്നും അതേപോലുള്ള ചരക്ക് കപ്പലുകൾ ഈ കൊച്ചി പോർട്ടിലും വള്ളാർപാടം പോർട്ടിലും എത്തിച്ചേരുന്നു. കയറ്റുമതിയിൽ സ്പൈസസ് പോലെ തന്നെ മറ്റൊരു പ്രധാന ഘടകം കൂടെയുണ്ട്. അത് സീ ഫുഡ്സ് തന്നെ. ഏകദേശം സമയം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നായിരുന്നു എൻ്റെ യാത്ര. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ എത്തുമ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. യാത്രയിൽ സഹയാത്രികനായ ഒരു കൊച്ചിക്കാരനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ നടന്നാൽ നമ്മുടെ ഗവൺമെൻറ് ബോട്ട് ജെട്ടിയുണ്ട്. അവിടെ നിന്ന്
നോർത്തിലേക്ക് യാത്ര ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അദ്ദേഹമാണ് ആ ഒരു നിർദ്ദേശം എനിക്ക് പറഞ്ഞു തന്നത്. കാരണം തിരിച്ചും നല്ലൊരു ലോങ് ക്യൂ നിൽക്കേണ്ടി വരും. ആയതിനാൽ ഫോർട്ട് കൊച്ചിയൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് നമ്മുടെ ഗവൺമെൻറ് ബോട്ട് സർവീസ് തേടാം എന്ന് ഞാൻ തീരുമാനിച്ചു. ഫോർട്ട് കൊച്ചിക്ക് അടുത്ത് തന്നെ ഏകദേശം 3 ജെട്ടികളുണ്ട്. അതിൽ രണ്ടാമത്തെ ജെട്ടിലേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ നടന്നാൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിന് സമീപം നമുക്ക് ഇറങ്ങാൻ സാധിക്കും. ഈ കാണുന്നതാണ് വൈപ്പിൻ. വൈപ്പിനിലേക്ക് ഉള്ള ടിക്കറ്റ് ചാർജ് 30 രൂപയായിരുന്നു. ഫോർട്ട് കൊച്ചിയിലേക്കും 40. ഫോർട്ട് കൊച്ചി ജെട്ടിയിലേക്ക് ബോട്ട് അടുക്കുന്ന കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഫോർട്ട് കൊച്ചി ഒരുപാട് അറിയാനും കേൾക്കാനും ഉള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഫിലിം ലൊക്കേഷൻസും ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ്. പ്രസിദ്ധമായ ബിഗ് ബി സിനിമയിലെ ചില രംഗങ്ങളും ഈ പ്രദേശത്താണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഫോർട്ട് കൊച്ചിയുടെ മനോഹാരിത ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, അത് മറ്റൊരു വീഡിയോയിലാവാം. ഫോർട്ട് കൊച്ചിയിലെ വൈബ്രൻറ്റ് കൾച്ചറാണ് മറ്റൊരു പ്രത്യേകത. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി എനിക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെയാണ് ബോട്ട് ചെട്ടി. പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് വഴിയോര കച്ചവടക്കാർ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഐറ്റംസ് നമുക്ക് മേടിക്കാം. അങ്ങനെ ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിൽ നിന്നും 6 രൂപ ടിക്കറ്റിൽ, ശ്രദ്ധിക്കുക, വെറും 6 രൂപ ടിക്കറ്റിൽ എനിക്ക് എറണാകുളം നോർത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. ഈ 6 രൂപ ടിക്കറ്റൊക്കെ എന്നും ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ മിനിമം ബസ് ചാർജ് 10ഉം 15 ആയി മാറിയിരിക്കുന്നു. ഈ 6 രൂപ ടിക്കറ്റും പഴയകാല 80കളിലെയും 90കളെയും അനുസ്മരിപ്പിക്കുന്ന സിനിമാ ഗാനങ്ങളുമായി ഈ തിരിച്ച് റിട്ടേൺ യാത്ര വളരെ മനോഹരമായി എനിക്ക് തോന്നി. മറ്റൊരു ആംബിയൻസാണ്. വാട്ടർ മെട്രോയിൽ കിട്ടിയതിനേക്കാൾ ഇച്ചിരൂടെ എനിക്ക് കൗതുകകരമായി തോന്നിയത് ഈ ഒരു യാത്രയാണ്. അതെ, തികച്ചും മനോഹരമായ ഒരു യാത്രയായി എനിക്ക് തിരിച്ച് റിട്ടേൺ യാത്ര. 80കളെയും 90കളെയും അനുസ്മരിപ്പിക്കുന്ന ഗാനങ്ങൾ, ആർട്ടിഫിഷ്യൽ കൂളിംഗ് ഇല്ലാത്ത നാച്ചുറൽ വേമ്പനാട് കായലിൻ്റെ നല്ല കുളിർ കാറ്റ്, സൺ പ്രൊട്ടക്റ്റീവ് കവേർഡ് ഗ്ലാസസ് ഇല്ല, അതെ, ആ ബ്ലാക്കിഷ് ഷെയ്ഡ് മാറിക്കിട്ടിയിരിക്കുന്നു. തികച്ചും ആസ്വദിച്ച് പോകാൻ പറ്റിയ, നല്ല പ്രൈവസി ആയിട്ട് പോകാൻ പറ്റിയ യാത്ര. ഒരുപാട് തിരക്കുകളുമില്ല, ഒരുപാട് നേരം നിൽക്കേണ്ട വന്നില്ല. സോ ദിസ് വീഡിയോ ആൻഡ് ട്രാവൽ ഈസ് റെക്കമെൻഡഡ് ഫോർ എവ്രി വൺ. അപ്പം എറണാകുളത്ത് വരുമ്പോഴും കൊച്ചിയിൽ വരുമ്പോഴും വാട്ടർ മെട്രോ സന്ദർശിക്കാൻ മറക്കരുത്. അതൊരനുഭവമാണ്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം. വഴിതെറ്റി പോകേണ്ട, കറക്റ്റ് ഡീറ്റെയിൽസ് ഇതിനകത്ത് കിട്ടും. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.